കണ്ണൻ്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൃഷ്ണഭക്തന് ഭഗവാനെ പറ്റി പറയാൻ തുടങ്ങിയാൽ എത്ര പറഞ്ഞാലും തീരില്ല അല്ലേ? അത്രയേറെ ഉണ്ടാവും അനുഭവങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം അനുഭവങ്ങൾ. കാരുണ്യമൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭക്തരെ പരീക്ഷിക്കും, എന്നാൽ വീഴുമെന്ന് തോന്നുമ്പോൾ താങ്ങി പിടിക്കുകയും ചെയ്യും. ഇത് പരീക്ഷണമൊന്നുമല്ലാട്ടോ, നമ്മുടെ തന്നെ മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന ദോഷപ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അത് നമ്മൾ തന്നെ അനുഭവിച്ചേ തീരുകയുള്ളൂ. നമ്മളൊരു കത്തയച്ചാൽ അത് ആർക്കാണോ അയക്കുന്നത് അയാളെ അന്വേഷിച്ച് പോസ്റ്റ്മാൻ കൊടുക്കുന്നത് പോലെ, നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ ആർക്കാണോ അയക്കുന്നത് അത് അയാൾക്ക് തന്നെ എത്തുന്നത് പോലെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മിൽ തന്നെ എത്തിച്ചേരുന്നു. അത് നല്ലതായാൽ നല്ലതായും ചീത്തയായാൽ ചീത്തയായും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരുകയുള്ളൂ. ഇവിടെ ഭഗവാന് ഒരു റോളുമില്ല. ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്ത ഭഗവാനും ധാരാളം വിഷമഘട്ടങ്ങളിലൂടെ പോവേണ്ടി വന്നിട്ടുണ്ടല്ലേ? നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഭഗവാനെ ഓർത്താൽ മതി. ഒരു അവതാരമായിട്ട് പോലും ഭഗവാനും വേർപാടുകളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒരു ചെറു ചിരിയോടെയാണ് നേരിട്ടതല്ലേ? 14 ലോകങ്ങളുടെ അധിപനായ ഭഗവാന് ഒന്ന് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് വിഷമങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു. ഭഗവാൻ നമ്മൾ മനുഷ്യർക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് അതെല്ലാം തരണം ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന്. ഭഗവാന് വേണമെങ്കിൽ സുഖം മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. മഹാഭാരത യുദ്ധം കൊണ്ട് ധർമ്മത്തിന് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. അധർമ്മികൾക്ക് എന്നും നാശമുണ്ടാവുമെന്നും ഭഗവാൻ കാണിച്ചു തന്നു. ചിലപ്പോഴൊക്കെ അർജുനൻ ഞാൻ വില്ലാളി വീരൻ എന്ന അഹങ്കാരത്തിൽ ഭഗവാനെ വിട്ടുകളിച്ചപ്പോഴൊക്കെ അർജുനന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, യുധിഷ്ഠിരൻ കൗരവരുമായി ചൂത് കളിക്കാൻ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും പറയാതെ ചെയ്തിട്ടെന്തായി? ആ കൗരവ സദസ്സിലേക്ക് ദുശ്ശാസനൻ വലിച്ചിഴച്ചപ്പോഴും ദ്രൗപദിയെ ഭഗവാനെ ഓർത്തില്ല. ദ്രൗപദി ഭഗവാനെ വിളിച്ചത് എപ്പോഴാ? സാരിയെല്ലാം അഴിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോവുമെന്നായപ്പോൾ 2 കൈയും വിട്ട് ഭഗവാന് ശരണം പ്രാപിച്ചു. ആ ശരണാഗതിയിൽ ആ നിമിഷം തന്നെ ഭഗവാൻ ദ്രൗപദിയെ കാത്തുരക്ഷിച്ചു. ഇവിടെയാണ് കൃഷ്ണ ഭഗവാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തർക്ക് എന്താപത്ത് വന്നാലും ഭഗവാൻ കാണും. പക്ഷേ നമ്മൾ ശരണാഗതി അടയണം ഭഗവാനിൽ. ആ നിമിഷം നമ്മളെ ഭഗവാൻ രക്ഷിക്കും തീർച്ച. ഹരേ കൃഷ്ണ.